നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 6.5 മണിക്കൂർ വൈകി. അബുദാബി വിമാനത്താവളത്തിൽ യാത്രക്കാർ ദുരിതത്തിൽ. അബുദാബിയിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് IX348 വിമാനം സാങ്കേതിക കാരണങ്ങളാൽ 6.5 മണിക്കൂർ വൈകി. പുലർച്ചെ 2 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം രാവിലെ 8:30 പുറപ്പെട്ടത്. സൗദിയിൽ തൊഴിലാളികളുടെ ഫോട്ടോ അനുമതിയില്ലാതെ ഉപയോഗിക്കരുത്. കർശന നിർദ്ദേശവുമായി മന്ത്രാലയം. സൗദിയിൽ തൊഴിലാളികളുടെ ഫോട്ടോയും വീഡിയോയും അവരുടെ അനുമതിയില്ലാതെ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കിക്കൊണ്ട് മാനുഷിക സാമൂഹ്യ സേവന വിഭാഗ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പുതിയ പരസ്യ അനുബന്ധ ചട്ടങ്ങളിൽ തൊഴിലാളികളുടെ കാരിക്കേച്ചറുകൾ അവരുടെ അനുമതിയില്ലാതെ ഉപയോഗിക്കരുത് എന്നും പറയുന്നു. അപകടങ്ങൾ അറിയിക്കാൻ വൈകിയാൽ നിയമ നടപടി. കടന്നുകളഞ്ഞാൽ 1 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയും. വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയാൽ അബുദാബിയിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും. അപകടം നടന്ന് 3 മണിക്കൂറിനുള്ളിൽ പോലീസിനെ അറിയിക്കണം. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കും. കൂടാതെ അപകടം റിപ്പോർട്ട് ചെയ്യാതെ കടന്നുകളയുകയോ അപകടത്തിന്റെ തീവ്രത മറച്ചുവെക്കുകയോ ചെയ്താൽ 1 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയും ശിക്ഷ ലഭിക്കും. കുവൈത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. പൗരന്മാർക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പുമായി അധികൃതർ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അപരിചിത പ്ലാറ്റ്ഫോമിലൂടെയും വരുന്ന പ്രൊമോഷണൽ ഓഫറുകൾ വിശ്വസിക്കുന്നതിന് മുൻപ് പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ എയർലൈൻ ഓഫറുകൾ, സൗജന്യ സമ്മാനങ്ങൾ, നിക്ഷേപ തട്ടിപ്പുകൾ എന്നിവ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രവാസികൾക്ക് പേര് ചേർക്കാം, വിജ്ഞാപനമിറക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് ഈ ലേഖനം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് www.sec.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി ഓഗസ്റ്റ് 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ചൂടിൽ പൊള്ളി UAE. അല്ലൈനിലെ സെയ്ഹാനിൽ 51.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ UAEയിൽ ചൂട് തീവ്രത കൂടുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇത്. ഒരാഴ്ച മുമ്പ് അല്ലൈനിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. സ്വദേശവൽക്കരണ നിയമം ലംഘിച്ചതിന് UAEയിൽ 8 കമ്പനികൾക്കെതിരെ കേസ്. UAEയിൽ സ്വദേശവൽക്കരണ നിയമം ലംഘിച്ച 8 കമ്പനികൾക്കെതിരെ മാനവ വിഭവശേഷി മന്ത്രാലയം നടപടിയെടുത്തു. സ്വദേശി ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചതിനാണ് ഈ കമ്പനികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. രേഖകളിൽ ഉയർന്ന ശമ്പളം കാണിച്ചുകൊണ്ട് നാഫിസ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടിയ ശേഷം കമ്പനികൾ യഥാർത്ഥത്തിൽ ശമ്പളം കുറച്ചു നൽകുകയായിരുന്നു. നിയമവിരുദ്ധമായി മരുന്ന് കുറിപ്പടികൾ നൽകി. 6 ഡോക്ടർമാരുടെ പ്രാക്ടീസ് വിലക്കി അബുദാബി ആരോഗ്യവകുപ്പ്. നിയന്ത്രിത മരുന്നുകൾ സംബന്ധിച്ച നിയമങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി മരുന്നു കുറിപ്പടികൾ നൽകിയതിന് അബുദാബി ആരോഗ്യവകുപ്പ് 6 ഡോക്ടർമാരുടെ പ്രാക്ടീസ് വിലക്കി. ലഹരിമരുന്ന് ദുരുപയോഗം തടയുന്നതിനുള്ള UAEയുടെ കർശന നിലപാടിന്റെ ഭാഗമായാണ് ഈ നടപടി. വ്യാജ നിക്ഷേപ കേസിൽ പുനരന്വേഷണം വേണമെന്ന അപ്പീൽ അബുദാബി കോടതി തള്ളി. വ്യാജ നിക്ഷേപ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ പുനരന്വേഷണത്തിനുള്ള അപ്പീൽ അബുദാബി കാസേഷൻ കോടതി തള്ളി. പ്രതിയോട് 4,23,000 ദിർഹം നൽകാൻ നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ഈ വിധിക്ക് ശേഷം അപ്പീൽ കോടതിയും കാസേഷൻ കോടതിയും പ്രതിയുടെ അപ്പീലുകൾ തള്ളിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.